ഗുരുവായൂരപ്പൻ ശ്രീലകത്തിരുന്ന് ഇങ്ങനെ സന്തോഷിക്കണം, അപ്പുറത്ത് നടക്കണ നാമജപം കേട്ടിട്ട്. അങ്ങനെ ഒരു ഗുരുവായൂരിനെ നമുക്കിന്ന് സങ്കല്പിക്കാനല്ലേ സാധിക്കുള്ളൂ. ഗുരുവായൂരപ്പ എത്താളവും വെച്ചിട്ട് ഹരേ രാമ 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 ഹരേ ഹരേ. ഗുരുവായൂർ ശിവേലിയിൽ പങ്കെടുത്തിട്ടുള്ളവർക്കൊക്കെ അറിയാം ആ മന്ത്രം എങ്ങനെയാ അവിടെ മുഴങ്ങണമെന്ന്. അതിന്റെ പുറകിൽ ആ വലിയ ജനസഞ്ചയത്തിന്റെ മുന്നിൽ അദ്ദേഹം സകലതും മറന്നിട്ട് ഉച്ചത്തിൽ ഇതിങ്ങനെ പാടിക്കൊണ്ട് ഗുരുവായൂരപ്പന്റെ പുറകെ ഇങ്ങനെ പോകുന്നത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗുരുവായൂർ പാടുന്നതിന് ഒരു താളമുണ്ട്, ആ താളത്തിലാണ് പാടുക. അതെങ്ങനെ കൈകൊട്ടിയിട്ട് ഇങ്ങനെ പുറകിൽ അദ്ദേഹം പാടിക്കൊണ്ട് നിലത്താളമായിട്ട് ഇങ്ങനെ പോകുന്ന പറഞ്ഞു. ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറയുമ്പോ തന്നെ അമ്പലം അങ്ങനെ മാറ്റലിക്കൊള്ളു. അത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് പറയുമ്പോൾ ഭഗവാൻ ആ ശ്രീകോവിലിന്റെ മുൻവശത്ത് കൂടെ ആന അങ്ങോട്ട് കടന്നു പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പുറകിൽ പോകും.